ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഓൺ അക്വാട്ടിക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ഗപ്പി കൊറിയർ അയക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് കൊറിയർ അയക്കാൻ പോകുന്ന ഫിഷാണ് ഈ കിടക്കുന്നത്. ഇതിലിപ്പോൾ ഏകദേശം 5ഓളം വെറൈറ്റി ഗപ്പീസ് ഇന്ന് നമുക്ക് കൊറിയറിനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആൽബിനോ ഫുൾ റെഡ് ഉണ്ട്, ആൽബിനോ സീത്രൂ കോയി ഉണ്ട്, ആൽബിനോ കോയി ഉണ്ട്, പിന്നെ സിൽവറാഡോ ഡബിൾ സോട്ടയിൽ ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ യെല്ലോ പിൻഗു ഷാർക്ക് ഡോഴ്സൽ ഗൗൾ വിങ്സ് വൈൽഡ് ടെയിൽ എന്ന് പറഞ്ഞൊരു സ്ട്രെയിനും കിടപ്പുണ്ട്. അങ്ങനെ ഇത്രയും ഗപ്പീസാണ് നമ്മളിന്ന് കൊറിയർ അയക്കാൻ പോകുന്നത്. കൊറിയർ അയക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിഷിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ ഏത് ഫിഷിനെയാണോ കൊറിയർ അയക്കാനുള്ളത് ആ ഫിഷിനെ എടുത്ത് മറ്റൊരു ടാങ്കിലേക്ക് നമ്മൾ മാറ്റുക. മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് 24 മണിക്കൂർ ഫിഷിന് ഫീഡ് ചെയ്യാതിരിക്കുക. 24 മണിക്കൂർ ഫിഷിന് ഫീഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിഷ് ഡെഡാവത്തൊന്നുമില്ല. നമ്മളങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഫിഷ് ഡെഡാവാതെ നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യാതെ അയക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് 24 മണിക്കൂർ ഫിഷിന് ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നതെന്ന്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഫിഷിനെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞായിരിക്കും നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ ഈ ഒരു ഫിഷ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കൊറിയർ അയക്കുന്ന ബോക്സിനകത്ത് അല്ലെങ്കിൽ ആ കവറിനകത്ത് ഫിഷ് ഇതിൻ്റെ വേസ്റ്റ് പുറന്തള്ളും. കഴിച്ച ഫീഡിൻ്റെ വേസ്റ്റ് പുറന്തള്ളുകയും അത് അമോണിയയായിട്ട് വെള്ളം വേസ്റ്റ് അഴുക്കയാവാനും ഫിഷ് ഡെഡായി പോകാനും ചാൻസ് ഉണ്ട്. എത്ര ദിവസം കഴിഞ്ഞാണ് ഈ കൊറിയർ അവർക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോടത്ത് ചിലപ്പോൾ ഡിലേ ആവും, ചിലപ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്തും. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ കൊറിയറിൻ്റെ ഇതുപോലെ ഇരിക്കും. നമുക്ക് 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് ഫിഷ് കറക്റ്റായിട്ട് കൊറിയർ കിട്ടിയ ദിവസങ്ങളുണ്ട്. പക്ഷേ ഫിഷിനൊന്നും ഡെഡായിട്ടില്ല. ആ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് തന്നെയാണ് ഫിഷ് ഇതുപോലെ കണ്ടീഷൻ ചെയ്ത് അയച്ചുകൊണ്ടാണ് നമുക്കങ്ങനെ ഫിഷ് ഡെഡാവാതെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഫിഷിനെ കറക്റ്റായിട്ട് കണ്ടീഷൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കസ്റ്റമറിന് ഫിഷ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ ഫിഷ് ഡെഡ് ആവാതിരിക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യുന്നതെന്നും എന്തിനാണ് കണ്ടീഷൻ ചെയ്യുന്നതെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കടുത്തിന് ഇതെങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത് നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫിഷിനെ പാക്ക് ചെയ്യുന്ന കവർ. നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഫിഷിനെ മാത്രം ഒരു ബോക്സ് കവറിലിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നീളം കൂടിയ കവറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നീളം കൂടിയ ഒരു 4 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് പൊക്കമുള്ള അല്ലെങ്കിൽ നീളമുള്ളൊരു കവർ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊറിയറിന് മുന്നേ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിനെ കണ്ടീഷൻ ചെയ്യുക, അത് മെയിനായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫിഷിനെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവർ, അതും മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫിഷിനെ പാക്ക് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫിഷിനെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ നിൽക്കുന്ന ജിത്തുവാണ്, നമ്മുടെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്ന ഇവനാണ്. അതുപോലെ എൻ്റെ പാർട്ണർ കൂടിയാണ് പുള്ളി. എൻ്റെ വീട്ടിലുള്ള ഗപ്പീസ് എല്ലാം നോക്കുന്നത് ഇവനാണ്. എനിക്ക് കയ്യിൽ ചെറിയൊരു പരിക്കായതുകൊണ്ട് എനിക്ക് വരുന്ന കൊറിയർ എല്ലാം ചെയ്യുന്നത് ഇവൻ തന്നെയാണ്. പിന്നെ എൻ്റെ ഷോപ്പ് നോക്കി നടത്തുന്നത് ഈ പുള്ളിയാണ്. ആൾ കൊച്ചാണെന്നൊന്നും നോക്കണ്ട, പുള്ളിയുടെ വീട്ടിൽ പ്രാവ്, കോഴി, ഗപ്പീസ്, ഫൈറ്റർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യും. അപ്പോൾ നമുക്കടുത്ത് ഫിഷിൻ്റെ പാക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഫിഷിനെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫിഷ് കിടക്കുന്ന ടാങ്കിലെ വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, ഫിഷിനെ നമ്മൾ കൊറിയർ അയക്കാൻ നോക്കുമ്പോൾ ഒരു കവർ എടുക്കുമ്പോൾ ആ കവറിൻ്റെ 1% മാത്രം നമ്മൾ വെള്ളം നിറയ്ക്കുക. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുമ്പോൾ 2% നമുക്ക് എയർ അകത്ത് നിർത്താൻ പറ്റും, 1% വെള്ളം, അങ്ങനെ 1% വെള്ളം മാത്രം എടുക്കുക. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, ഫിഷ് കിടക്കുന്ന ടാങ്കിലെ വെള്ളം തന്നെ, ഫിഷിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യാനായിട്ട് ടാങ്കിലെ വെള്ളം തന്നെ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് ഫിഷിനെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു ഫിഷിനെ മാത്രം ഒരു കവറിൽ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക.
ഏറ്റവും കൂടുതൽ നല്ലത് അതായിരിക്കും. കാരണം ഒരു ഫിഷിനെ മാത്രം നമ്മൾ ഒരു കവറിൽ പാക്ക് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഈ ഫിഷ് കിടക്കുന്ന ടാങ്കിൽ വെള്ളം എടുക്കുക, അടുത്ത ഫിഷിന് അധികം സ്ട്രെസ്സ് കൂടാതെ പിടിച്ച് ആ ബോക്സിലോട്ട് നമ്മുടെ പാക്ക് ചെയ്യുന്ന കവറിലേക്ക് നമ്മൾ മാറ്റുക. അല്ല, ഇങ്ങനെ ഫിഷിന് അധികം സ്ട്രെസ് ആവാതെ ആ ഒരു കവറിലേക്ക് നമ്മൾ ഫിഷിനെ ഇറക്കി വിടുക. അപ്പോൾ ഉണ്ടോ, അപ്പോൾ നമ്മൾ കൊറിയർ അയക്കാൻ ടൈമിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും കണ്ടോ. ആ കവറിൽ 3%, വെള്ളവും അതിൽ ഫിഷും. ഒരു ഫിഷാണ് ഏറ്റവും ബെറ്റർ. ഒരു ഫിഷ് നമ്മൾ ഇടുക. കാരണം 2-3 ഫിഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് കൂടുതലായിട്ട് അമോണിയ ഫോമായിട്ട് ഫിഷ് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ ഒരു ഫിഷിനെ മാത്രമായിട്ട് പാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിഷിനെ പിടിച്ച് കവറിലിട്ടിട്ടുണ്ട്. ഇനി ഈ ഫിഷിനെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ടൈറ്റായിട്ട് കെട്ടാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കവർ, കറക്റ്റായിട്ടിരിക്കുന്ന ഒരു കവർ നേരെ തിരിച്ചു വയ്ക്കുക. ആണോ, ഇതേപോലെ തിരിച്ച് മടക്കുക. എന്നിട്ട് ചെറുതായിട്ട് അവിടെ നിന്ന് മടക്കുക. മടക്കിയിട്ട് ശകലം താഴോട്ട് വന്നിട്ട് നമ്മൾ അതിനൊന്ന് മടക്കുക. മടക്കി കൊണ്ടുവന്നിട്ട് കണ്ടോ, ഇതുപോലെ റൗണ്ടിന് ടൈറ്റ് ചെയ്യുക. കണ്ടോ, ടൈറ്റ് ചെയ്യുമ്പോൾ അകത്ത് കണ്ടോ എയർ ടമ്പറായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കണ്ടോ. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം കണ്ടോ, ഫിഷ് കറക്റ്റായിട്ട് നിൽക്കുന്നു. കറക്റ്റ് ഫുൾ എയർ ടമ്പറായി നിൽക്കുന്നുണ്ട് ആ ഒരു ഇതിൽ. ഇനി നമുക്കിതിനെ റബ്ബർ ബാൻഡ് ചെയ്ത് ടൈറ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ റബ്ബർ ബാൻഡ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ടത് 2 റബ്ബർ ബാൻഡ് ഒരുമിച്ച് എടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ചിലപ്പോൾ ഒരു റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 റബ്ബർ ബാൻഡ് ഉണ്ടോ, 2 റബ്ബർ ബാൻഡ് എടുക്കുന്നു. എന്നിട്ട് അതിനെ പാക്ക് ചെയ്ത് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തെടുക്കുന്നു. നമ്മൾ സാധാരണ നോർമലി പാക്ക് ചെയ്യുമ്പോൾ പാക്ക് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് വേണം പാക്ക് ചെയ്യാൻ. ഇതിനാണ് 2 റബ്ബർ ബാൻഡ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കിയാൽ അറിയാം. അതിനൊന്ന് പ്രസ് ചെയ്തേടാ. കണ്ടോ, ഇങ്ങനെ നമ്മൾ പ്രസ്സാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ആടി ഒലിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഫിഷിനൊരു കുഴപ്പവും വരത്തില്ല. ഈ എയർ പുറത്ത് പോകാതെ തന്നെ ഇങ്ങനെ നല്ല ടമ്പറായിട്ട് തന്നെ ഫിഷ് അവർക്ക് കൊറിയർ അയക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കവറിൽ ഫിഷിനെ പാക്ക് ചെയ്തു. അടുത്തിന് ചെയ്യേണ്ടത് ഡബിൾ ബാഗ് ചെയ്യുക എന്നുള്ളതാണ്. ഡബിൾ ബാഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു കവറിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഡബിൾ ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഷിൽ നിന്ന് വാട്ടറൊന്നും അധികം പുറത്തോട്ട് പോകത്തില്ല, വേറെ വിഷയമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ബാഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫിഷിനെ ഡബിൾ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡബിൾ ബാഗ് ചെയ്ത കവറിനെ നമ്മൾ ആദ്യത്തെ ഫിഷിനെ നമ്മൾ പാക്ക് ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് എയർ നിർത്തി പാക്ക് ചെയ്യുക. അതിന് 2 കവർ തന്നെ നമ്മൾ എടുക്കുക. 2 കവറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഫിഷിനെ ഡബിൾ ബാഗ് ചെയ്തായിരുന്നു കണ്ടോ. അപ്പോൾ നമ്മൾ എത്ര പ്രസ് ചെയ്താലും എയറൊന്നും പുറത്തോട്ട് പോകത്തില്ല കണ്ടോ. ഫിഷ് ആടി ഒലഞ്ഞ് അങ്ങ് എത്തിയാലും കണ്ടോ എയർ പുറത്തോട്ട് പോകത്തില്ല. ഇങ്ങനെയാണ് ഡബിൾ ബാഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫിഷ് കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മളിതുപോലെ ഡബിൾ ബാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫിഷിനെ എല്ലാം ഡബിൾ ബാഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഫിഷാണ് നമുക്കിന്ന് കൊറിയർ അയക്കാനുള്ളത്. അപ്പോൾ ഡബിൾ ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ബോക്സാണ് കണ്ടോ. ഇതുപോലെ ഒരു ഒരു ബേസ് ബോർഡ് ബോക്സാണ്. അതിൻ്റെ അകം നമ്മൾ ഇതുപോലെ തെർമോക്കോൾ വെച്ച് 4 സൈഡ് തെർമോക്കോൾ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഷിനെ എല്ലാം പിടിച്ച് ഈ ബോക്സിനകത്ത് വയ്ക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഈ ബോക്സ് പാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ഫിഷായിട്ടാണ് പാക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫിഷ് കൂടുതലുണ്ടെന്ന് കൊറിയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഫിഷ് ഇതാണ്. അതെല്ലാം ഒരാൾക്ക് തന്നെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ തെർമോക്കോൾ ബോക്സിനകത്ത് ഫിഷിനെ ഇങ്ങനെ വാരി എടുക്കുക.
വാരി എടുക്കുമ്പോൾ അത് പോയിട്ട് കുറേ സ്ഥലം ബാക്കി മിച്ചം വരും. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ തെർമോക്കോൾ ബോക്സുകളും പേപ്പറുകളൊക്കെ വാരി ഫില്ല് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അധികം കുലുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിഷിനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു പെയർ ഫുൾ റെഡ് ബെറ്റ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പുറത്തൊരാളുടെ കയ്യിൽ നിന്ന് എടുത്തതാണ്, നല്ലൊരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത സാധനമാണ്. അപ്പോൾ അതും കൂടെ നമ്മളിപ്പോൾ ഇതിൽ കൂടെ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ആണ് ഫിഷ് കൊറിയർ പാക്ക് ചെയ്യുന്നത്. ഇനി ഈ ബോക്സിനെ നമുക്ക് ഫില്ല് ചെയ്യണം. അതായത് നമ്മൾ മുകളിൽ തെർമോക്കോൾ ബോക്സും ബാക്കി പത്ര പേപ്പറൊക്കെ ഇട്ട് വാരി എല്ലാം ഫില്ല് ചെയ്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അധികം കുലുങ്ങാതെ നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ കൊറിയർ ചെയ്യാൻ. അപ്പോൾ ഇനി ഇങ്ങനെ ടൈറ്റാക്കി ഫിഷിനെ വയ്ക്കുക. എന്നിട്ട് പത്ര പേപ്പറിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് ഈ ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ബോക്സ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് വേണം നമുക്ക് അടുത്ത് ഇവരെ അഡ്രസ്സൊക്കെ എഴുതി ഇതിനെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അടുത്ത് നമ്മൾ ഫിഷിനെ ബോക്സ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ബോക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ കറക്റ്റായിട്ട് നല്ല സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് അടിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഫിഷിനെ ഫുള്ള് പാക്ക് ചെയ്തായിരുന്നു. പാക്ക് ചെയ്തിട്ട് ഇതുപോലെ അഡ്രസ്സും എഴുതി നമ്മൾ ഫ്രം അയക്കുന്നതും ടു ആർക്കാണ് അയക്കുന്നതും എന്ന് നമ്മൾ കറക്റ്റായിട്ട് എഴുതി വേണം അതിൽ അയക്കുക. എന്നിട്ട് 4 സൈഡിലും ലൈവ് ഫിഷ് എന്ന് എഴുതിയിരിക്കുക. കാരണം ലൈവ് ഫിഷാണെന്ന് അറിയാൻ വേണ്ടി. കാരണം അല്ലെങ്കിൽ അവർ ഈ ബോക്സിനൊക്കെ എടുത്ത് എറിഞ്ഞൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്വേറിയത്തിൻ്റെ അഡ്രസ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ അയക്കുന്നതെന്ന് പറയുമ്പോൾ മാഹിയിലോട്ടാണ്, തലശ്ശേരിയിലോട്ടാണ് നമ്മളിപ്പോൾ അയക്കുന്നത് ഈ കൊറിയർ, കണ്ണൂർ. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം ഈ കൊറിയർ അവിടെ കിട്ടാൻ. പക്ഷേ എന്നാലും നമ്മൾ പാക്ക് ചെയ്ത നല്ല പാക്കിങ്ങും ഫിഷ് കണ്ടീഷനൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഫിഷ് ഡെഡ് ആവാതെ തന്നെ അവിടെ കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.